ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ് വിപിനും സന്ധ്യയും റെസ്റ്റോറൻറ്റിൽ നിന്ന് ഇറങ്ങി കാറിൽ കയറി ഫ്ലൈറ്റ് ലാൻഡ് ചെയ്യുന്നത് കാണാൻ സംഭവ സ്ഥലത്ത് വന്ന് നിന്നു. ഫ്ലൈറ്റ് ലാൻഡ് ചെയ്യുന്നത് കാണാനോ? അതെന്താ ഇപ്പം ഇത്ര കാണാൻ? അതിനടുത്തൊരു ബൈക്കിൽ 2 ചെറുപ്പക്കാർ വന്ന് നിൽക്കുകയും അതിലൊരാൾ വിപിനെ ആക്രമിക്കുകയും അതുവഴി വന്ന മറ്റൊരാൾ അവരെ രക്ഷിക്കുകയും അക്രമിയെ പിടികൂടാൻ ശ്രമിക്കുകയും ചെയ്യുന്നു. എന്നിട്ട് എനിക്കൊന്നും അറിയില്ല. പെട്ടെന്നുണ്ടായ ഷോക്കിൽ ഞാൻ ആകെ തകർന്നു പോയി. എന്താ ചെയ്യണ്ടെന്ന് അറിയാതെ വരച്ചു നിൽക്കായിരുന്നു ഞാൻ. അല്ല, ഫ്ലൈറ്റ് ലാൻഡ് ചെയ്യുന്നത് കാണാൻ നിങ്ങളെന്താ ആളും വിളിച്ചൊന്നുമില്ലാത്ത ഇരുട്ടത്ത് പോയിന്ന്? എന്താ അവിടെ നിൽക്കാൻ പാടില്ല നിയമമൊന്നുമില്ലല്ലോ. ഞങ്ങൾക്ക് അവിടെ നിൽക്കണമെന്ന് തോന്നി നിന്നു. ഓക്കെ സോറി, പോലീസ് പ്രൊസീജിയർ. സാറടെ വന്നോണ്ടാ, അല്ലെങ്കിൽ നായിന്റെ മുളകൊണ്ട് മുഴുവൻ പറയിപ്പിച്ചേ. രാമേന്ദ്ര, സോറി സർ. അവരെ അങ്ങനെ ക്വസ്റ്റ്യൻ ചെയ്യാൻ തക്ക തെളിവൊന്നും അവർക്കെതിരെ നമ്മുടെ പക്കലില്ലല്ലോ. പിന്നെന്തിനാ താൻ ഇത്തരം കടുത്ത പ്രയോഗങ്ങൾ നടത്തുന്നേ? അവരെ രക്ഷിച്ചു എന്ന് പറയുന്ന ഒരാളുണ്ടല്ലോ, ഡീറ്റെയിൽസ് കയ്യിലില്ലേ? അയാളെ ഒന്ന് കണ്ടു കളയാം. ഓക്കെ സർ. രാമേന്ദ്ര സർ. റാം തൻ്റെ അച്ഛനും അമ്മയുടെ പേരല്ലേ രാമേന്ദ്രൻ? അതിനെന്താ കുഴപ്പം? ഞാൻ ഒച്ച വെച്ച് ബൈക്ക് നിർത്തി അവരുടെ അടുത്ത് എത്തുമ്പോഴേക്കും അവൻ എന്നെ ഒരു വടിയെടുത്തടിച്ചു. ഞാൻ തിരിച്ചു അടിച്ചു. അവൻ ഓടി, ഞാൻ പുറകെ ഓടി. ഒരടി അവന് ശരിക്കും കൊണ്ടു. രക്തവും വരുന്നുണ്ടായിരുന്നു. ആ വടിയുടെ അറ്റത്തെ രക്തപ്പാട് സാറും കണ്ടതല്ലേ. പക്ഷെ അവൻ രക്ഷപ്പെട്ടു. അതേ സ്ഥലത്ത് കൃത്യസമയത്ത് താനങ്ങനെ എത്തിയിടോ? പറയടോ രാമേന്ദ്ര. അതേ സ്ഥലത്ത് കൃത്യസമയത്ത് താങ്കൾ എങ്ങനെ എത്തിപ്പെട്ടു സർ? ആ സ്ഥലത്ത് നിന്ന് 1 കിലോമീറ്റർ കഴിഞ്ഞ് എൻ്റെ വീടായി. ആ വഴി എനിക്ക് വീട്ടിലെത്താൻ പറ്റൂ. വേറെ എന്തെങ്കിലും അൺയൂഷ്വലായിട്ട് തോന്നിയോ? ഇല്ല സാർ, അയാളുടെ ബോധം പോയിരുന്നു. ഒരുപാട് രക്തവും. ആ പെൺകുട്ടിയാണെങ്കിൽ ആകെ ഒരു ഷോക്കിലായിരുന്നു. മൊബൈലിൽ ഒത്തിരി മെസ്സേജസ് വന്നിട്ടും ആ പെൺകുട്ടിയൊന്നും കേൾക്കുന്നുണ്ടായിരുന്നില്ല. അത്രയ്ക്ക് ഷോക്കിലായിരുന്നു. താങ്ക് യു ഫോർ യുവർ ടൈം. സാർ,
ഈ ഒരു കോൾ സമ്മറി വെച്ചാണോ നിങ്ങൾ എന്നെ കോർണർ ചെയ്യാൻ നോക്കുന്നത്? ഹലോ, ഫോൺ ചെയ്തതിനല്ല, ഇത് ചെയ്ത മാനുവലിനെ കൃത്യം നടക്കുന്നതിന് തൊട്ടു മുമ്പ് നിങ്ങൾ മെസ്സേജ് അയച്ചു. എന്തിനായിരുന്നു? അതിനുള്ള ഉത്തരം നിങ്ങൾ പറഞ്ഞാൽ പറ്റൂ. അതിന് ഇമാനുവൽ ഞങ്ങളുടെ ഒരു നല്ല സുഹൃത്തായിരുന്നു. പക്ഷെ അവന് വിപിനോട് എന്ത് വൈരാഗ്യം ഉണ്ടായിരുന്നെന്ന് എനിക്കറിയില്ല. ചായ കുടി. ഞാനിപ്പോ വരാം. വേണ്ട സർ. കഴിച്ചു. പണി പാളി. സന്ധ്യ പറയുന്നത് നീ വിപിനോടുള്ള എന്തോ വൈരാഗ്യത്തിന് ചെയ്തതാണെന്നാ. അവൾക്കെതിരെ ഒരു പ്രൂഫും ഇല്ല. അവള് സുഖമായിട്ട് ഊരിപ്പോരും. തൻ്റെ കാര്യമാ കഷ്ടം. ഇത്ര ചെറുപ്പത്തിലെ വിപിനെ കൊല്ലാൻ മാത്രം തനിക്ക് അവനോട് എന്ത് വൈരാഗ്യമാണ് ഉണ്ടായിരുന്നത്? പ്രശ്നമാണ്. കോടതി, ശിക്ഷ, ജയിൽ, കഷ്ടപ്പെടും. മനസ്സിലുള്ള വിഷമം ആരോടെങ്കിലും ഒന്ന് പറഞ്ഞാൽ വലിയ ആശ്വാസമാണ്. സാറേ ഞാൻ ചെയ്തത് സന്ധ്യ. അതെ, ഇതിൽ ഇൻകമിങ് മാത്രമേ ഉള്ളൂ, ഔട്ട് ഗോയിങ് ഇല്ല. ഞാൻ വേണ്ട 100 വട്ടം പറഞ്ഞതാ. അവനെ കൊന്നാൽ എനിക്ക് അവളെ കെട്ടാൻ പറ്റുമെന്ന് പറഞ്ഞ് അവളെ നിർബന്ധിച്ച് എന്നെ കൊണ്ട് ചെയ്യിച്ചതാ. അല്ലാതെ ഞാൻ മനസ്സറിച്ച് ചെയ്തതല്ല സാറേ. ഒറ്റയ്ക്ക് വേണ്ടിയുള്ള ദൈവം ഞാനൊരുത്തരെ കൊന്നത്. അവളല്ല പ്ലാൻ ചെയ്ത് അവനെ എയർപോർട്ടിൽ അവിടെ കൊണ്ടുവരാമെന്ന്, ആ സ്പോട്ടിൽ നിർത്താമെന്നല്ല അവളെ പറഞ്ഞു. അതനുസരിച്ച ഞാനവിടെ എത്തിയത്. അവൾക്ക് വേണ്ടി സാർ ഞാൻ അതൊക്കെ ചെയ്ത. എന്റെ തടി കുറഞ്ഞിട്ടുണ്ടല്ലേ? കുറഞ്ഞിട്ടുണ്ടോ? കുറച്ചൊന്നും അല്ല എന്റെ പൊന്ന് അലക്സേ. ഈ കേസ് തുടങ്ങിയപ്പോ മുതലുള്ള ടെൻഷനാ. റിട്ടയർഡ് ജഡ്ജിന്റെ മോനായതുകൊണ്ട് മോളിൽ നിന്ന് വല്ലാത്ത പ്രഷറായിരുന്നു. ആ ചെക്കനെ വെച്ച് ഈ കേസ് ക്ലോസ് ചെയ്യാമായിരുന്നു. ഈ കേസിൽ ആ പെൺകുട്ടിയുടെ ഇൻവോൾവ്മെന്റ് കണ്ടുപിടിച്ചത് തൻ്റെ ബ്രില്യൻസ് തന്നെ. ഇനി നമ്മളെ തോണ്ടാൻ ഒരു CBIയോ ഒരു ക്രൈം ബ്രാഞ്ചോ വരില്ലല്ലോ. എന്തായാലും തനിക്കൊരു പ്രമോഷൻ ഉറപ്പാ. സാർ, എനിക്കൊരു കാര്യം പറയാനുണ്ടായിരുന്നു. പറയൂ. ഞാൻ റിസൈൻ ചെയ്താലോ എന്ന് ആലോചിക്കുക. റിസൈൻ ചെയ്യുകയോ? ഇത്രയും നല്ല സർവീസ് റെക്കോർഡും പ്രമോഷൻ ചാൻസുമുള്ള ഈ സമയത്തോ? തനിക്കെന്താ വട്ടായോ? വട്ടായി സാർ. ഒരുതരം മടുപ്പ്. ഇനി നാട്ടിൽ ചെന്ന അമ്മയോടൊപ്പം പറമ്പും കൃഷിയൊക്കെ ആയി സ്വസ്ഥമായിട്ടിരിക്കാനാണ് മനസ്സ് പറയുന്നത്. എടോ, തന്റെ കമ്മിറ്റ്മെന്റും ഹാർഡ് വർക്കും ബുദ്ധിയും ചേർന്നാണ് താൻ ഏറ്റെടുത്ത കേസുകളെല്ലാം തെളിയിക്കുന്നത്. കേരള പോലീസിലെ ഏറ്റവും ധീരനായ ഒരു ഓഫീസറാണ് താൻ. An asset to the force. തനിക്ക് വേറെന്തോ പ്രശ്നമുണ്ട്. എന്താണെങ്കിലും പറയേ, പോംവഴിയുണ്ടല്ലോ. അല്ലാതെ റിസൈൻ ചെയ്യല്ല വേണ്ടത്. പറയേ, എന്താ തന്റെ പ്രോബ്ലം? അല്ല, സാറെന്താ യഥാർത്ഥ കാരണം പറയണ്ടെങ്കിൽ പോന്ന്? സാറിന് ഞാൻ ഒരു സമ്മാനം തരണ്ട്. പള്ളിയിൽ അച്ഛൻ്റെ ലോഹ. അതാകുമ്പോൾ സാറിന് നന്നായി ചേരും. എടോ, എൻ്റെ അപ്പം പോലീസായിരുന്നു, അപ്പൻ്റെ അപ്പം പോലീസായിരുന്നു എന്ന് വെച്ച് ഞാനും പോലീസാവണമെന്ന് വല്ല നിയമമുണ്ടോ? കുടുംബത്തിൻ്റെ സ്റ്റാറ്റസ് ഉണ്ട. കേസ്, കൊല, ഡെഡ് ബോഡി, എന്തൊക്കെ കുരിശുകളാണ് മനുഷ്യൻ അനുഭവിക്കേണ്ടി വരുന്നത്.
സാറേ, എനിക്കൊരു പരാതി പറയാനുണ്ട്. ശല്യം ചെയ്യാതെ മാറി നിൽക്കടി. സർ, അവർ വന്നിരിക്കുന്നത് അവരുടെ പ്രശ്നം നമ്മളോട് പറയാനാണ്. അപ്പം അവരെ പേടിപ്പിച്ചാൽ അവരുടെ പ്രശ്നം അവരാരോട് പറയും? അവരവരുടെ കാര്യം പറയട്ടെ. അതോട്ട് വരാൻ പറ. സാർ, ആ, വരൂ. പറയൂ. എൻ്റെ ഭർത്താവിനെ 2 ദിവസമായി കാണാനില്ല സാർ. ഓട്ടോ ഓടിക്കാൻ പോയതാ. പരിചയക്കാരുടെയൊക്കെ തിരക്കി. അവർക്കാർക്കും ഒരു വിവരമില്ല സാർ. എൻ്റെ ഭർത്താവിനെ എങ്ങനെയെങ്കിലും കണ്ടുപിടിച്ച് തരണേ. സുഖമില്ലാത്ത അമ്മയ്ക്കും വയ്യാത്ത കാലമുള്ള എനിക്കും അയാൾ മാത്രമേ ഉള്ളൂ. വീട്ടിൽ നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും പ്രശ്നങ്ങളോ വഴക്കോ മറ്റോ ഉണ്ടായോ? അങ്ങനെയൊന്നുമില്ല. ഇതിനു മുമ്പ് ഇങ്ങനെ പോയിട്ടുണ്ടോ? ഇല്ല. എന്നാലൊരു കാര്യം ചെയ്യ്. ആ റൈറ്ററോട് പറഞ്ഞ് ഒരു പരാതി രജിസ്റ്റർ ചെയ്തോ. ഞങ്ങളൊന്ന് അന്വേഷിച്ച് നോക്കട്ടെ. അയാളുടെ ഫോട്ടോ എന്തെങ്കിലും കൊണ്ടുവന്നിട്ടുണ്ടോ? ദാ. അതെ, നിങ്ങൾ കംപ്ലൈൻറ്റ് രജിസ്റ്റർ ചെയ്യണമെന്നില്ല. ഇയാളുടെ പേരിൽ ഉടനെ തന്നെ ഒരു കംപ്ലൈൻറ്റ് വന്നേക്കും. അന്നേരം ഞങ്ങൾ പൊക്കി അകത്തിട്ടിട്ട് വിവരം അറിയിക്കാം. അപ്പം വന്ന് കണ്ടാൽ മതി. വേഗം വിട്ടോ. ഇപ്പൊ അങ്ങനൊന്നും ഇല്ല. ഓട്ടോ ഓടിച്ച ഞങ്ങളുടെ കാര്യങ്ങൾ നോക്കുന്നത്. ചെല്ല്. പറഞ്ഞത് കേട്ടില്ലേ? സോഫി, 2 ദിവസത്തേക്ക് ഇനി ക്ലാസ്സില്ല കേട്ടോ. ശരി സാർ. ഞാനിന്നിവിടെ തയ്യാറാക്കി. നമസ്കാരം. നിയന്ത്രണരേഖയുടെ വിഷയം ഇത്. നിങ്ങൾ വണ്ടിയിൽ നിന്ന് ഇറങ്ങി ഓടിയത് എന്തിനാ? അയാളുടെ അപ്പോഴത്തെ പെരുമാറ്റം എനിക്ക് ശരിയായി തോന്നിയില്ല. പരിചയമില്ലാത്ത വഴി സന്ധ്യാസമയവും അതൊരു പ്ലാനായിട്ടാണ് എനിക്ക് തോന്നിയത്. ഞാനും ഇവിടെ ഉണ്ടായിരുന്നില്ല. ഒരു മെഡിക്കൽ കോൺഫറൻസ് അറ്റൻഡ് ചെയ്യാൻ ഡൽഹിയിലായിരുന്നു. ഇവൾ എൻ്റെ അടുത്തേക്ക് വരാനാണ് അന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. ഈ ഓട്ടോക്കാരനുമായി നിങ്ങൾക്ക് നേരത്തെ പരിചയം ഉണ്ടായിരുന്നു അല്ലേ? സർ, വെറും 2-3 ദിവസത്തെ പരിചയമേ ഇവർ തമ്മിലുള്ളൂ. എന്നും രാവിലെ വീട്ടിൽ നിന്ന് പിക്ക് ചെയ്യും, ഓഫീസിൽ കൊണ്ടുവിടും. അല്ലാതെ സർ ഉദ്ദേശിക്കുന്ന രീതിയിൽ അടുപ്പമൊന്നും ഇവൾക്ക് അയാളോടില്ല. റിലാക്സ് മിസ്റ്റർ റോയ്, ഞാൻ അങ്ങനെയൊന്നും ഉദ്ദേശിച്ച് ചോദിച്ചതല്ല. കാര്യങ്ങൾ അറിയാൻ വേണ്ടി ചോദിച്ചെന്നേ ഉള്ളൂ. ഞാൻ ഈ സംഭവം അറിഞ്ഞ് കിട്ടിയ ഫ്ലൈറ്റിൽ പിറ്റേന്ന് തന്നെ ഇങ്ങ് നാട്ടിലെത്തി. അപ്പം സംഭവം നടന്നത് മിനിയാന്ന്, നിങ്ങളെത്തിയത് ഇന്നലെ, കംപ്ലൈൻറ്റ് തരുന്നത് ഇന്ന്. എന്താ ഇത്രയും ലേറ്റ് ആവാൻ കാരണം?
സർ, ഞാനിവിടെ എത്തുമ്പോൾ ഇവളുടെ അവസ്ഥ ഇങ്ങനെ ആയിരുന്നില്ല. വീട്ടിനുള്ളിൽ പേടിച്ച് വിറച്ച് ഒറ്റയ്ക്കിരിക്കുകയായിരുന്നു. ഞാൻ ഒരുവിധം പറഞ്ഞ് സമാധാനിപ്പിച്ചുകൊണ്ട് വരികയായിരുന്നു. ഓക്കേ, വണ്ടിയുടെ നമ്പർ ഓർമ്മയുണ്ടോ? ഇല്ല. അതെന്താ? പരിചയമുള്ള വണ്ടിയല്ലേ, എന്നിട്ടും നമ്പർ ഓർമ്മയില്ലെന്ന് പറഞ്ഞാൽ? സർ, നമ്മളൊക്കെ ഓട്ടോയിലും കാറിലും ബസ്സിലും ഒക്കെ യാത്ര ചെയ്യുന്ന ആളുകളല്ലേ. സഞ്ചരിക്കുന്ന വണ്ടിയുടെ നമ്പർ പ്ലേറ്റ് നോക്കിയാണോ നമ്മൾ യാത്ര ചെയ്യുന്നത്? അക്രമി ഓടിക്കുന്ന ഒരു സ്ത്രീക്ക് തിരിഞ്ഞു നിന്ന് നമ്പർ എഴുതി തോടാൻ പറ്റുമോ? ഓക്കെ ഓക്കെ. ബാഗ്. എന്താ? അവളുടെ ഫോണും പേഴ്സും ബാഗിലെ വണ്ടിയിലുണ്ടായിരുന്നു എന്ന് പറഞ്ഞതാ. ഓ, എല്ലാ ഡീറ്റെയിൽസും വെച്ച് ഒരു പരാതി എഴുതി കൊടുക്കുക. വേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ അന്വേഷിക്കാം. ഓക്കെ, ഒന്ന് നിന്നേ. ഇയാളാണോ ആള്? ഇത് തന്നെയാള്. ശരിയെന്നാ. എന്തായി സാറിൻ്റെ കാര്യങ്ങളൊക്കെ? എന്ത് കാര്യം? വർമ്മ സാറ് പറഞ്ഞ പ്രൊമോഷൻ്റെ കാര്യമൊന്ന്. മഴക്കാറ് കണ്ടിട്ട് ഞാൻ ചായപാത്രം അടുപ്പത്ത് വെക്കാറില്ല. എനിക്ക് പ്രൊമോഷൻ കിട്ടാൻ തനിക്ക് വല്ലാത്ത ധൃതിയുണ്ടോ? അല്ല സാറ് ഈ സ്റ്റേഷനിൽ വരുന്നവരൊക്കെ കുർബാനയും ചൊല്ലിപ്പിച്ച് കുംഭസാരിപ്പിച്ച് കുഞ്ഞാടുകളാക്കി മാറ്റിക്കൊണ്ടിരിക്കുകയല്ലേ. സാർ എത്രയും പെട്ടെന്നൊന്ന് പോയിട്ട് വേണം എനിക്കൊരു യഥാർത്ഥ പോലീസുകാരനായിട്ട് ജീവിക്കാൻ. യഥാർത്ഥ പോലീസുകാരൻ എന്ന് പറഞ്ഞാൽ കസേരയില്ലാതെ കസേരയിലിരുത്തുക, പച്ച ഈർക്കിൽ കുത്തിക്കയറ്റുക, അതൊക്കെയാണ്. എന്തിനാ നിർത്തിയത്? പച്ച ഈർക്കിൽ പൊട്ടിക്കാനാ? സാർ അങ്ങോട്ടൊന്ന് നോക്കി. സാർ ബാഗ് ഇവിടെ ഉണ്ട്. അവരെന്ന ഡീറ്റെയിൽസിലുള്ള സാധനമല്ല ഇതിലുണ്ട്. ഒന്നും നഷ്ടപ്പെട്ടിട്ടില്ല. അതല്ലാതെ ഇവിടെ വേറെ ഒന്നുമില്ല സാർ. അങ്ങനെ തീർത്ത് പറയല്ല രാമേന്ദ്ര. ഇവിടെ ഇങ്ങനൊരു അറ്റംപ്റ്റ് നടത്തുകയും ഇര രക്ഷപ്പെട്ടപ്പോൾ താൻ പിടിക്കപ്പെടുമെന്ന് ഭയന്ന് രാഘവൻ മുങ്ങുകയും ചെയ്തു. അപ്പോൾ കേസ് ക്ലോസ് അല്ലേ സാർ? പക്ഷേ ഓടിക്കൊണ്ടിരുന്ന വണ്ടി എങ്ങനെയാൾ സ്വയം പഞ്ചറാക്കും? I know you feel it this one. Some of that quiero son. I know you feel it this one. നീ എന്താ ഇവിടെ? ഞാൻ ഹോസ്റ്റൽ വിട്ടു. വീട്ടിലേക്ക് പോകുന്നില്ല. ഇതിലൊരു തീരുമാനം ഉണ്ടാവുന്നവരെ ഞാൻ ഇവിടുന്ന് പോകുന്നില്ല. ഓ അത് ശരി. അയ്യോ, ഇവിടെ നിൽക്കാൻ പറ്റില്ല. ഇത് ബാച്ചിലേഴ്സ് മാത്രം താമസിക്കുന്ന സ്ഥലമല്ലേ. ഞാൻ എന്ത് ചെയ്യും റോയ്? വീട്ടുകാരെന്നെ കല്യാണത്തിന് നിർബന്ധിച്ചുകൊണ്ടിരിക്കുക. അവരെന്നെ ഏതെങ്കിലും ഒരു കോന്തന് പിടിച്ച് കെട്ടിച്ചു കൊടുക്കും. നാളെ ആവട്ടെ എന്ന് പറഞ്ഞിപ്പോ കുറെ നാളായി. മടുത്തു. സാരമില്ല, ഞാനില്ലേ, എല്ലാത്തിനും ഞാനൊരു വഴി ഉണ്ടാക്കാം. നിമി, നീ വിചാരിക്കുന്ന പോലൊന്നുമില്ല. കൊള്ളാം, പക്ഷെ ഒരു മാസ് എഫക്റ്റ് ഇല്ല. ഇപ്പോഴത്തെ കുട്ടികൾക്ക് ഇതൊന്നും പോരാ. എന്തെങ്കിലും ഒരു എക്സ്ട്രാ പീസ് കൂടി ആഡ് ചെയ്താലേ ഒരു ഓളമുണ്ടാകും. സാറ് പറഞ്ഞാൽ മതി.
നമുക്കതനുസരിച്ച് റിവർക്ക് ചെയ്യാം. ഞാനൊന്ന് വെറുതെ മൂള. എങ്ങനെ സാർ ഇത് ഓൾറെഡി ഒരു ഹിന്ദി പടത്തിൽ വന്നതല്ലേ? പിന്നെ എത്ര കൊല്ലം മുമ്പാ? ഇവിടത്തെ ആളുകൾ ഇതൊക്കെ ഓർത്തിരിക്കാൻ പോവുകയാണോ? താൻ മിക്സ് ചെയ്യണോ, നമുക്ക് പൊളിക്കാം. ഞാൻ ആദ്യമായിട്ടൊരു പടം ചെയ്യുമ്പോൾ ഇങ്ങനത്തെ രീതി ചെയ്യണമെന്ന് എനിക്ക് താല്പര്യമില്ല സാർ. തനിക്ക് എന്തറിയാടോ? ഇവിടത്തെ ജനങ്ങളുടെ പൾസ് തന്നേക്കാൾ നന്നായിട്ട് എനിക്കറിയാം. ജനങ്ങളുടെ പൾസറിയാൻ വീട്ടിൽ നിന്ന് DVD കണ്ടാൽ മാത്രം പോരാ, വല്ലപ്പോഴും അവരോടൊപ്പം ഇരുന്ന് സിനിമയും കാണാം. ഇതുവരെ ഒന്നും ആവാത്ത നീ എന്നെ പഠിപ്പിക്കുന്നു. എടുത്തോണ്ട് പോടാ. വേണ്ടായിരുന്നു. ധൈര്യം ഉണ്ടെങ്കിൽ ഒന്നുകൂടി ചേടും. എന്റെ ഓഫീസിൽ കയറി വന്നിട്ട് എനിക്ക് ധൈര്യം ഉണ്ടോന്നോ? ഗെറ്റ് ഔട്ട്. ഇനി ഇതൊക്കെ പെരക്കെടുത്തിട്ടേ പോകാൻ പറ്റൂ. വേണമെങ്കിൽ താൻ ഗെറ്റ് ഔട്ട്. Thank you. നിമ്മി, നീ എന്താ ഇവിടെ? വാ കേറ്, പറയാം. ഒരു കാര്യമുണ്ട്. എന്താ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? പ്രശ്നമൊന്നുമില്ല, ഇന്ന് അവന്റെ കാര്യം പോക്കാ. നീ എനിക്ക് ഒരു കാലത്തും സമാധാനം തരില്ലല്ലേ? തെളിച്ച് പറയടേ. അപ്പൊ നീ ഒന്നും അറിഞ്ഞില്ലേ? എല്ലാ സാധനങ്ങളുമായി ഒരാൾ ഷിഫ്റ്റ് ചെയ്ത് വന്നിട്ടുണ്ട്. നോക്ക്. ഷിഫ്റ്റ് ചെയ്തു? ആര്? എല്ലാത്തിനും ഞാനില്ലെന്ന് അല്ലേ? ഫുൾ ലഗേജ് ആയിട്ടാണല്ലോ. ഹർഷ, നീ എന്റെ വീട്ടിൽ വന്നൊന്ന് സംസാരിക്ക്. ഞാനിനി അങ്ങോട്ട് പോയാ ആകെ പ്രശ്നമാവും. നിന്നോട് എല്ലാം പറഞ്ഞതല്ലേ. I need some more time. ടേക്ക് യുവർ ടൈം. പക്ഷെ എന്റെ അച്ഛനോടൊന്ന് സംസാരിക്ക്. ഞാൻ അങ്ങനെ ഒന്ന് പറഞ്ഞാ അങ്ങേര് സമ്മതിക്കൂ? സമ്മതിപ്പിക്കാം. അവര് വരൂ. സർ, ഓർഡർ പ്ലീസ്. വരാതിരിക്കില്ല. എന്റെ പൊന്ന് ചേട്ടാ, കുറച്ച് ആളുകളും കൂടി വരാൻ കാത്തിരിക്കാൻ ഞങ്ങൾ. അവര് വന്നാൽ ഉടനെ ഞാൻ ചേട്ടന് ഓർഡർ തരാം. ശരി സർ. പേഴ്സ് നീ വെച്ചോ, കാശ് നീ കൊടുത്താൽ മതി. എന്താ, നീ കൊടുത്താ പോരെ? നിനക്ക് ജോലിയോ ഇല്ല, കയ്യിൽ കാശ് ഉണ്ടെന്നെങ്കിലും വിചാരിച്ചോട്ടെ. മര്യാദക്ക് MBBS പഠിച്ച് കംപ്ലീറ്റ് ചെയ്തിരുന്നെങ്കിൽ ഈ പ്രശ്നം വല്ലതും ഉണ്ടായിരുന്നോ? പേരിന് മുമ്പിൽ ഒരു ഡോക്ടർ എങ്കിലും വയ്ക്കായിരുന്നു. എന്നാൽ എൻ്റെ പാഷൻ എനിക്ക് ഫോളോ ചെയ്യാൻ പറ്റൂ. അതെന്താ? പേരിന് മുമ്പിൽ ഒരു ഡോക്ടർ ഉണ്ടെങ്കിൽ നിന്റെ പിയാനോ ഒന്ന് സൗണ്ട് വരില്ലേ? വരില്ല. അവർ വന്നു. അച്ഛാ, ഇത് ഹർഷ, ഇത് റോയ്. ഹലോ. അരമണിക്കൂർ. അങ്കിളൊന്നും പറഞ്ഞില്ല. രണ്ട് മിനിറ്റ്. ഞങ്ങൾക്ക് ആലോചിക്കാൻ കുറച്ച് സമയം വേണം. ഇതൊരു ചെറിയ കാര്യമല്ലല്ലോ. ആലോചിച്ചും പറഞ്ഞും തീരുമാനിക്കേണ്ട കാര്യമാണ്. ഹർഷയ്ക്ക് ടൈം വേണമെന്നല്ലേ പറഞ്ഞത്? ആലോചിക്കട്ടെ, തീരുമാനിക്കാം. ആ വാ. പാളി. മിണ്ടാതിരിയടാ. നീ എന്തീ കാണിക്കുന്നത്? അതും പോയി. വെയിറ്റർ, ഇവിടെ എല്ലാവർക്കും ജ്യൂസ് കൊടുക്കും.
എന്ത് ജ്യൂസാണ് വേണ്ടത് സാർ? ആപ്പിൾ, പൈനാപ്പിൾ, ഓറഞ്ച്, ഗ്രേപ്പ്, മുസംബി, ക്യാരറ്റ്, ബനാന, വാട്ടർമെലൻ, ചിക്കു ഷേക്ക്, ചോക്ലേറ്റ് ഷേക്ക്, പിസ്ത ഷേക്ക്. പിസ്ത മതി. എടാ പിസ്തയല്ലേ? പിസ്ത മതി. ഹർഷ, എന്താ ഇത്? നിങ്ങൾക്ക് രണ്ടുപേർക്കും ഫ്രണ്ട്സ് ആയിട്ടിരുന്നാ പോരെ? എന്തിനാ ആവശ്യമില്ലാത്ത പണിക്ക് പോണേ? താനാരാ? ഞാൻ മായയുടെ ചിറ്റപ്പൻ സോമശേഖരൻ. ഞാൻ എല്ലാ കാര്യങ്ങളും ഇദ്ദേഹത്തോട് പറഞ്ഞു കഴിഞ്ഞു. ഇദ്ദേഹത്തോട് സംസാരിക്കാൻ ഞാൻ വന്നത്, അല്ലാതെ അമ്മാവന്മാരോടും ചിറ്റപ്പന്മാരോടും സംസാരിക്കാനല്ല. സർ, നിങ്ങൾ കാണിച്ചത് വളരെ ചീപ്പായി പോയി. ഞാൻ നിങ്ങൾക്ക് മാക്സിമം റെസ്പെക്റ്റ് തന്നിട്ടാണ് പെരുമാറിയത്. പക്ഷെ നിങ്ങൾ ആ റെസ്പെക്റ്റ് എനിക്ക് തന്നില്ല. ഹർഷ, ഞാൻ നിന്നെ ഒന്ന് ടെസ്റ്റ് ചെയ്തതാ. ഇപ്പോഴത്തെ കാലമല്ലേ, ചിലരൊരു ആവേശത്തിന് പെണ്ണ് കെട്ടി കുറച്ച് കഴിഞ്ഞ് ഇട്ടേച്ചു പോകും. എൻ്റെ മകളെ കെട്ടാൻ പോകുന്നയാള് അവളുടെ കാര്യത്തിൽ എത്രമാത്രം കെയറിംഗ് ആണെന്ന് അറിയാനുള്ള ഒരു സൂത്രമല്ലേ? ഞാനിത് എവിടെയോ കേട്ടിട്ടുണ്ടല്ലോ. എനിക്ക് വിശ്വാസമായി. ഹർഷ ആവശ്യത്തിന് സമയമെടുത്തോളൂ. ഇപ്പോ ഞാൻ അവളെ വീട്ടിലേക്ക് കൊണ്ടുപോയിക്കോട്ടെ? ഐ ഹോപ്പ് യു ഡോണ്ട് മൈൻഡ്. അതിനെന്താ, ഞാൻ ഇപ്പൊ തന്നെ മായ കെട്ടുന്നില്ലല്ലോ. ഇതിപ്പോ ഷൂട്ടിംഗ് തുടങ്ങിപ്പോയല്ലോ. പിന്നെ ഇതിന്റെ മ്യൂസിക് ഡയറക്ടർ ആയിപ്പോയി. നമുക്ക് ഏതായാലും അടുത്ത പടത്തിന് നോക്കാം. എന്തായാലും ചെയ്ത ട്രാക്സ് ഒക്കെ ഒന്ന് അയക്കും. എൻ്റെ ഇമെയിൽ ഐ ഡി ഉണ്ട് സർ. കാണാന്ന്. ശരി. പാട്ട് നന്നായിട്ടുണ്ടോ? എൻ്റെ പുതിയ പടത്തിൻ്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുക. എന്തായാലും ഈ പടത്തിൽ ചാൻസ് ഇല്ല. താനേ അടുത്ത പടം പോകുന്നു വിളിക്കേ. എന്തെങ്കിലും ഉണ്ടോ നോക്കാം. ഓക്കെ, ശരി സർ. സ്റ്റേ ഇൻ ടച്ച്. ബൈ. താങ്ക് യു സർ. ഓക്കെ, ബൈ. മേനോൻ സാർ എന്നും വരാൻ പറഞ്ഞിരുന്നു. എടോ, അതിൻ്റെ പ്ലാനിങ് നടക്കുന്നേ ഉള്ളൂ. ഒന്നും സാർ പറയാറില്ല. ഒന്ന് കേട്ട് നോക്ക് സാർ. സാറിന് കേട്ടാൽ ഇഷ്ടപ്പെടും. സാർ, ഈ പുതിയ പടത്തിന് ഞാനൊരു ട്രാക്ക് കമ്പോസ് ചെയ്തിട്ടുണ്ട്. സാർ, ഈ CD ഒന്ന് കേട്ടോ. പ്രൊഡ്യൂസർ ആദ്യ സിനിമയ്ക്ക് താൻ എങ്ങനെ മ്യൂസിക് ചെയ്യും? താനൊരു പ്രൊഡ്യൂസറും കൊണ്ടുപോവാ, എന്നിട്ട് നോക്കാൻ വേണോ വേണ്ടെന്ന്. സാർ, തൽക്കാലം താൻ പോയേ. സാർ ഒന്ന് മനസ്സ് വെച്ചാൽ. ആ കാണാം. ഇസ്മായിൽ കാ, സാർ, ദുബായിൽ നിന്ന് സാർ എത്തിയോ? ഒന്ന് കേട്ടോ സാർ പ്ലീസ്. നീ എന്താണ് ഫോൺ എടുക്കാണ്ട് പോയത്? മറന്നുപോയി പണ്ടാരം. മിസ് കോൾസിന്റെ ചാകരയായിരുന്നു. ദേ 22 മിസ് കോളോ? അൺനോൺ നമ്പർ. ഹലോ ഹർഷ, ഇവരെന്നെ ഇവിടെ പൂട്ടിയിട്ടിരിക്ക. നീ പെട്ടെന്ന് ഇങ്ങോട്ട് വാ. അഡ്രസ് ഞാൻ ഇപ്പൊ തന്നെ SMS ചെയ്യാം. കൊല്ലും. സമാധാനമായി നമുക്കെല്ലാവർക്കും ഒരുമിച്ച് പോകാം. എല്ലാവരും? ആരെല്ലാവരും? ഒരാളുണ്ട്. I know you feeling this one. Some of that quiero son. I know you feeling this one. I know you feeling this one. Some of that quiero son. I know you feeling this one. എനിക്കെന്നേ തോന്നിയിരുന്നു ഇതിലെന്തോ ഉടായിപ്പുണ്ടെന്ന്. നിങ്ങൾക്കത് മനസ്സിലായില്ല. ഈ കാർന്നോന്മാർക്കൊരു വിചാരമുണ്ട്, അവരെല്ലാം തികഞ്ഞവരാന്ന്, ബാക്കിയുള്ളവരൊന്നും അറിയാത്തവരും. എന്നാലോ
എല്ലാ ഉടായ്പകളും അവർ ചെയ്യുകയും ചെയ്യും. ഡാ, നീ പഴയ TG രവിയുടെ പടങ്ങളൊന്നും കണ്ടിട്ടില്ലേ? എന്റെ പൊന്ന് നിമ്മി, നീ ഒന്നും മിണ്ടാതിരി. മനുഷ്യനിവിടെ ടെൻഷൻ അടിച്ച് പണ്ടാരോടങ്ങി ഇരിക്കുമ്പോഴവിടെ ഓടുക. ഞാൻ പറഞ്ഞതിൽ എന്താ തെറ്റ്? ഞാൻ അന്നേ പറഞ്ഞതാ, നിങ്ങൾ രണ്ടാളും പോയി സംസാരിച്ച് തീർക്കാന്നല്ലേ പറഞ്ഞത്. എന്നിട്ട് എന്തായി? നിങ്ങൾക്കൊന്നും ഒരു ചുക്കും അറിയില്ല. ഒരു പെണ്ണിനെ മറ്റൊരു പെണ്ണിനെ മനസ്സിലാക്കാൻ പറ്റും. എടാ, നീ ഇപ്പൊ അവിടെ പോയി ഒരു സീൻ ഉണ്ടാക്കാൻ നിൽക്കണ്ട. ഒരുപക്ഷെ അവരെന്തെങ്കിലും കെണി ഒപ്പിച്ചിട്ടുണ്ടെങ്കിലോ? നീ ഒരു കാര്യം ചെയ്യും, നമ്മളെല്ലാവരും പുറത്ത് വെയിറ്റ് ചെയ്യാണെന്നും അവളോട് ആരും അറിയാണ്ട് പുറത്തിറങ്ങി വരാനും പറ. മായ, ഞങ്ങൾ അങ്ങോട്ട് വരിക. നീ ഒരു കാര്യം ചെയ്യും, നിങ്ങൾ കാറുമായി പുറത്ത് വെയിറ്റ് ചെയ്യാം. നീ ആരും അറിയാതെ എങ്ങനെയെങ്കിലും പുറത്തിറങ്ങി വാ. അങ്ങനെ വരാൻ ഞാനില്ല. വരുന്നെങ്കിൽ അവരുടെ മുന്നിൽ കൂടി ഞാൻ നിന്നോടൊപ്പം വരാം. ദൈവമേ, പണിപ്പാളി. ഹലോ ആന്റി, എന്തൊക്കെയുണ്ട്? എന്താ ആന്റി? ആന്റി, ഞാനാ റോയ്. ആന്റി, ആന്റി, എല്ലാരെയും ഒന്ന് വിളിക്കൂ ആന്റി. പേടിക്കല്ലേ, ഞാനില്ലേ. ആന്റി, എല്ലാവർക്കും ചായ എടുത്തോളൂ. അങ്കിളിന് ചായ അല്ലേ? അല്ല മോനെ, കാപ്പി. ഒരു കാപ്പി. എന്താ അങ്കിൾ ഇത്? നമ്മൾ സംസാരിച്ചൊരു തീരുമാനം എടുത്തതല്ലേ, എന്നിട്ട് മായ ഇവിടെ പൂട്ടിയിടുന്നത് ശരിയാണോ? നിന്നെ ഇവരാരെങ്കിലും ഉപദ്രവിച്ചോ? അവൾ എന്റെ മകളാ. അവളെ ഞാൻ വളർത്തും, തല്ലും, കൊല്ലും. നീ ആരാടാ അത് ചോദിക്കാൻ? ഇവളെ സ്നേഹം കൊടുത്ത് വളർത്തി പഠിപ്പിച്ച് വലുതാക്കി ഇത്രത്തോളമാക്കി. എന്നിട്ട് അവൾ എന്നോട് പറഞ്ഞത് എന്താണെന്ന് അറിയാമോ? ഞാൻ ജീവിക്കാൻ പോകുന്നത് അവന്റെ കൂടെയാ, നിങ്ങളുടെ കൂടെ അല്ല. ഇനിയെങ്കിലും ഒന്ന് പോയി കുളിക്ക് മനുഷ്യ. ഒരു സിനിമയും കണ്ട് വന്നോളും. അയ്യേ, TG രവി. ഇരിക്കും. ഇപ്പോൾ സമയം 5:30 മണി. ഞാനിവിടെ നേരെ പോലീസ് സ്റ്റേഷനിൽ പോയി ഒരു കംപ്ലയിൻറ്റ് രജിസ്റ്റർ ചെയ്യും. നിങ്ങൾ താമസിക്കുന്നത് ഒരു ഗ്രാമത്തിലാണ്. രാവിലെ ഒരു പോലീസ് ജീപ്പ് വന്ന് അച്ഛനെയും മോളെയും കയറ്റിക്കൊണ്ടുപോകും. മായയെ ഞാൻ അവിടെ നിന്ന് കൊണ്ടുപോകും. പക്ഷേ നിങ്ങൾക്കിനിയും 2 പെമ്മക്കളാണ്. അവരുടെ ഭാവിയെപ്പറ്റി ഞാൻ പറയണ്ടല്ലോ. നിനക്ക് യാതൊരു വിഷമമില്ലേ? വിഷമിക്കാൻ വേണ്ടിട്ടല്ലല്ലോ, നിന്റെ കൂടെ ജീവിക്കാൻ വേണ്ടിട്ടല്ലേ. ബാഗാ, വേഗം കയറിക്കോ. നിന്റെ അച്ഛൻ്റെ മനസ്സിനി മാറണ്ട.
റൊമാൻറ്റിക്. നീയും എന്നെ വീട്ടിൽ നിന്ന് വിളിച്ചിറക്കി കൊണ്ടുവാടാ. പിന്നെന്താ, നീ വീട്ടിൽ പോയിരിക്കും, ഞാൻ കൂട്ടിക്കൊണ്ടുവരാം. അല്ലെങ്കിൽ വേണ്ട, നിന്നെ കാണുമ്പോൾ തന്നെ വീട്ടുകാർ സമ്മതിക്കും. പിന്നല്ല.